ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കട്ടിളപ്പാളി കേസിൽ കോടതി നേരത്തെ ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ ഇപ്പോഴിതാ ദ്വാരപാലക കേസിലും ജാമ്യം ലഭിച്ചതോടെ രണ്ട് കേസിലും ജാമ്യം ലഭിച്ചൊരു സാഹചര്യത്തിൽ ബൈജു ഇന്ന് തന്നെ ജയിൽ മോചിതനായി. അങ്ങനെ കേസിൽ ഏഴാമതായി ജയിൽ മോചിതനാകുന്ന ആളായി ബൈജു മാറി. അതായത് നമുക്കറിയാം, ഫെബ്രുവരി 15 അല്ലെങ്കിൽ 20 കുറ്റപത്രം സമർപ്പിക്കും എന്ന് പറഞ്ഞ് SIT എന്ന പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നോക്കുമ്പോൾ കൈമലർത്തുകയാണ്. അപ്പോൾ ശബരിമലയിലെ കള്ളന്മാർ ഓരോരാളായി ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എടുക്കേണ്ടുന്ന പണിയെടുക്കാതെ കോടതിയും പോലീസും ചേർന്ന് എല്ലാ പ്രതികളെയും ഇങ്ങനെ തുറന്നു വിടുകയാണ്. അതിന് നിയമത്തിൻ്റെ ആനുകൂല്യമുണ്ട് എന്ന് ഒരു ഒഴിവ് കഴിവും പറയുകയാണ്. ഇപ്പോഴിതാ ഏഴാമത്തെ ആളും പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി ഒരാൾ മാത്രം പുറത്തിറങ്ങുന്നതോടെ എല്ലാ അട്ടിമറിയും നടക്കാൻ പോകുന്നു എന്ന സൂചന പുറത്തു വരികയാണ്. അതായത് തിരുവിതാംകൂർ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന് കട്ടിളപ്പാളി കേസിൽ ജാമ്യം നൽകിക്കഴിഞ്ഞു. എന്നാൽ ഇനി ദ്വാരപാലക പാളി കേസിൽ ജാമ്യം ലഭിക്കുന്നതോടെ അദ്ദേഹവും ജയിൽ മോചിതനാകും. പത്മകുമാർ അറസ്റ്റിലായിട്ട് 90 ദിവസം തികയുന്നതോടെ എന്തു തന്നെയായാലും പത്മകുമാർ ജാമ്യം നേടി പുറത്തിറങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ശബരിമലയിൽ നടന്ന എല്ലാ സ്വർണ്ണക്കൊള്ളയും ഈ മോഷണ പ്രമുഖർ ചേർന്ന് അട്ടിമറിക്കാൻ പോവുകയാണ് ഇനി അടുത്ത ആഴ്ച മുതൽ. അതിനുവേണ്ടിയാണ് SITയും ഒരു പരിധിവരെ കോടതിയും ശ്രമിച്ചത് എന്ന് പറയേണ്ടി വരും. തുടക്കത്തിലുണ്ടായ ശൂരത എവിടെ പോയി എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. തുടക്കത്തിലുണ്ടായ ആത്മാർത്ഥതയും നിഷ്പക്ഷതയും എവിടെയാണ് ഈ അന്വേഷണ സംഘത്തിന് നഷ്ടപ്പെട്ടത്, കോടതിക്ക് നഷ്ടപ്പെട്ടത് എന്ന് ജനങ്ങൾ ഭയക്കുകയാണ്. അയ്യപ്പൻ്റെ സ്വർണം കിലോ കണക്കിന് പുറത്തു കൊണ്ടുപോയി എന്ന്, കളവ് നടത്തിയെന്നും അത് തിരിച്ചു വന്നിട്ടില്ല എന്നും പറഞ്ഞത് ഈ SITയും ഹൈക്കോടതിയുമാണ്. എന്നിട്ട് അതിൽപ്പെട്ട കുറച്ച് കള്ളന്മാരെ പിടിച്ച് അകത്തിട്ടതല്ലാതെ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോയ അയ്യപ്പൻ്റെ മുതലൊന്നും തിരിച്ചു കൊണ്ടുവരാനും ഇവർക്ക് സാധിച്ചിട്ടില്ല. പ്രതികളെല്ലാം CPMകാർ ആണ് എന്നുറപ്പായതോടെ അന്വേഷണം അങ്ങോട്ട് അവസാനിപ്പിച്ചിരിക്കുന്ന മട്ടാണ്. ഒപ്പം തന്നെ ഏമാന്മാരുടെ നിർദ്ദേശം വന്നു കാണും, ആരും മിണ്ടുന്നുമില്ല. അതോടെ കോടതിയുടെ പണ്ടത്തെ ഉശിരും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പുതുതായി ആരെയും പിടിക്കാൻ പറയേണ്ട കോടതി, പക്ഷേ ഈ പുറത്തു കൊണ്ടുപോയ സ്വർണങ്ങളെല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുവരാനെങ്കിലും പറയണ്ടേ? അതുമില്ല. അതുകൊണ്ട് സർക്കാരും അവരുടെ അന്വേഷണ സംഘവും എല്ലാം ഒരു ഭാഗത്തും, പ്രതിപക്ഷവും കേരളത്തിലെ ജനകോടി വിശ്വാസികളും ഒരു ഭാഗത്തും നിന്ന് ചേർന്നുകൊണ്ടുള്ള അതിശക്തമായ യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിൽ തോൽവി ഒരുപക്ഷെ പിണറായിയും സംഘവും നേരിടാൻ പോകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയായിരിക്കും. അതായത് ഏതായാലും CPMകാർ ചേർന്ന് നേതാക്കളുടെയും ദേവസ്വം ബോർഡിൻ്റെയും സഹായത്തോടെ ശബരിമല അയ്യപ്പൻ്റെ മുതൽ മുഴുവൻ കൊള്ളയടിച്ചു കഴിഞ്ഞു. പക്ഷെ പ്രതികളായ ആളുകളെയും മുഴുവൻ അയ്യപ്പൻ കാട്ടിത്തന്നിട്ടുണ്ട്. എന്നിട്ടും അവരെ കുറച്ചു പേരെ അകത്തിട്ടതല്ലാതെ യഥാർത്ഥ പ്രതികൾ കുടുങ്ങുമെന്നാകുമ്പോൾ പണി മതിയാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. അതോടെ ജനങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. പിണറായി വിജയന് നന്നായി അറിയാം ആരാണ് മോഷ്ടിച്ചത് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പങ്കും പറ്റിയിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരെയും ശിക്ഷിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്നുറപ്പായി കഴിഞ്ഞു. അയ്യപ്പൻ്റെ സ്വർണം തിരിച്ചു കിട്ടില്ല എന്നും ഉറപ്പായ ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം ഇനി ഒറ്റ പോംവഴിയേ ഉള്ളൂ. ഒറ്റൊരു മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പിണറായിയെ ഭരണത്തിൽ നിന്നും ഇറക്കി UDFന് ഭരണം നൽകുക. അതോടെ ശബരിമലയിൽ പുനരന്വേഷണം വരും. മുഴുവൻ കള്ളന്മാർ മാത്രമല്ല, കള്ളന്മാർക്ക് കഞ്ഞി വെച്ച പോലീസുകാരും അകത്താകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ. എല്ലാം പ്രതികളായ കള്ളന്മാരെയും കുറ്റപത്രം നൽകാതെ തന്നെ രക്ഷിച്ചെടുക്കട്ടെ. 2 മാസത്തിനുള്ളിൽ പ്രതികൾ ഒരിക്കൽ കൂടി കൈവിലങ്ങണിയേണ്ടി വരും. അതിൽ ചിലപ്പോൾ SIT ഉദ്യോഗസ്ഥരും ഉണ്ടാകും. മുൻ മന്ത്രിമാരും ഒരുപക്ഷെ പങ്കുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഉണ്ടാകും എന്നുറപ്പിക്കുകയാണ് ജനങ്ങൾ. കള്ളന്മാർക്ക് മുഴുവൻ ജാമ്യമെടുത്താലും ഒരു ദിവസം കള്ളന്മാരെല്ലാം അകത്ത് കിടക്കുക തന്നെ ചെയ്യും.